ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെപ്പോലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ടെൻഷനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ഉപകാരത്തിൽപ്പെട്ടേക്കാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഓവറി സിസ്റ്റിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു ഓവറി സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ഉപകാരത്തിൽപ്പെട്ടേക്കാം. നമ്മളെ ഏറ്റവും വയറിന് താഴെയായിട്ട് നമ്മളെ മെൻസസ് കഴിഞ്ഞതിന് ശേഷം വേദന അനുഭവപ്പെടുക, അതേപോലെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുപോലെ ക്ഷീണം നന്നായിട്ട് തോന്നുക, വൊമിറ്റിംഗ് ടെൻഡൻസി നന്നായിട്ട് തോന്നുക, അതുപോലെ എപ്പോഴും വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്യാസ് പറഞ്ഞ പോലെ തോന്നുക. അതുപോലെ എനിക്ക് ആദ്യം തന്നെ വന്നത് വയറുവേദനയാണ്. അപ്പോൾ ഈ വയറുവേദന സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയൊക്കെയാണ് ആദ്യം വന്നത്. അത് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 15ാമത്തെ ദിവസം 12 ശേഷം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ വേദന. ആ വേദന പിന്നീട് കുറയാത്ത രീതിയിലായപ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ പഴുപ്പാകും എന്നുള്ള കരുതിയിട്ടാണ് പോയത്. അപ്പോൾ അത് സെയിം ടൈം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫെക്ഷനുള്ള മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടും വേദന പോവാതെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗൈനക്കോളജിനെ കാണുന്നതും. ഗൈനക്കോളജിയാണ് പറയുന്നത് അത് ഓവറി സിസ്റ്റാണെന്നുള്ളത്. ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിസ്റ്റ് എന്ന് കേട്ടപ്പോൾ വല്ലാണ്ട് ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ സിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വരിക നമുക്ക് അയ്യോ ഓവർ സിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇനി ക്യാൻസർ അങ്ങനെ വലിയ വലിയ ചിന്തയിലോട്ടേക്ക് ഞാൻ പോവാറുള്ളൂ. അപ്പോൾ ആ ലെവലിലോട്ടാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ പോയത്. പക്ഷേ സ്കാൻ ചെയ്യുന്നവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോഴും ശരിക്കും വിശ്വാസം വന്നിട്ടില്ല. എന്നാലത് എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം മേ ബി. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇനിയിപ്പോൾ പീരീഡ്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ സാധാരണ എനിക്ക് എല്ലാ മാസവും ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം മുന്നേ എന്തായാലും എനിക്ക് പീരീഡ്സ് ആവാറുണ്ട്. പക്ഷേ ഈ തവണ എനിക്ക് അങ്ങനെ ആയില്ല. അതുമാത്രമല്ല, ഞങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് 2 തരത്തിലാണല്ലോ ഈ സിസ്റ്റ്, ഓവറി സിസ്റ്റ് എന്നുള്ളത്. അതായത് നമ്മളെ എനിക്ക് വന്ന സിസ്റ്റിൽ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഓവുലേഷൻ നടന്നിട്ടുള്ള സിസ്റ്റും, ഒന്ന് ഓവുലേഷൻ നടക്കാത്തതിൻ്റെ സിസ്റ്റം. അപ്പോൾ എനിക്ക് വന്നത് ഓവുലേഷൻ നടക്കാത്തതിൻ്റെ സിസ്റ്റാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടായിരുന്നു. കാരണം ഒന്നാമത് വേദനയുണ്ട്, വയറിൻ്റെ അവിടെ വേദനയുണ്ട്. 2 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവണ്ട എന്നുള്ളൊരു തോന്നലും ഉണ്ട് മനസ്സിൽ. അങ്ങനെ കൃത്യം മെൻസസ് ആവുന്നതിൻ്റെ, അതായത് ആ ഡേറ്റ് കഴിഞ്ഞ മാസത്തിൻ്റെ അതേ ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നേ രാത്രി എനിക്കൊരു വേദന വന്നു. വയറുവേദന നന്നായിട്ട് വന്നു. അപ്പോൾ ഞാൻ ബ്ലീഡിങ് ആണെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായി. അപ്പോൾ നോക്കുമ്പോൾ മെൻസസ് തന്നെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു വേദനയുണ്ട്, നല്ലൊരു വേദന ഉണ്ടായിരുന്നു. ഹെവി പെയിനാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് മെൻസസിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടർക്ക് പോയി. അതിൻ്റെ വലുപ്പം എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കാരണം നമ്മൾ അത്ര വിശ്വസിക്കാൻ നമുക്ക് ഇതുവരെ ഇല്ലാത്തതും വീട്ടിലാർക്കൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു കേൾക്കുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും മതി. പക്ഷേ ഞങ്ങളന്ന് പോയി. ഭാഗ്യം കൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അത് ഫസ്റ്റത്തെ പീരീഡിൽ തന്നെ നമുക്ക് ആ സിസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെപ്പോലുള്ള എല്ലാവർക്കും, ഈ ഓവറി സിസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും ഈ സിസ്റ്റിന് കേൾക്കുന്ന സമയത്ത് അതായത് എന്തെന്നാണെങ്കിലും ഇനി എന്ത് രോഗമാണെങ്കിലും പേടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാലത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് പോകുകയും ചെയ്യും, നമ്മൾ ടെൻഷൻ ഒഴിയുകയും ചെയ്യും. നേരെ പക്ഷേ നമ്മൾ പേടിച്ചിട്ട് ഓവറായി ടെൻഷനൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും രോഗം വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ പറയണത്. ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ലൈക്ലി ഹെമറോജിക്കൽ സിസ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം അതത്ര പേടിക്കാനുള്ളതല്ല, ഷോർട്ട് ടൈം പീരീഡിൽ വന്ന് പോകുന്നതാണ്. അത് ഒരു തരത്തിൽ ഓവുലേഷൻ നടക്കാതെ വരുന്നതും ഒരു തരത്തിൽ ഓവുലേഷൻ നടന്നിട്ട് സംഭവിക്കുന്നതും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രഗ്നൻസി ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഓവുലേഷൻ നടക്കാത്തതിൻ്റെ സിസ്റ്റ്, അതായത് അത് പിന്നെ ഒരു സിസ്റ്റായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നത്, അങ്ങനെ വരുന്ന സിസ്റ്റുകളൊക്കെ നമുക്ക് പ്രഗ്നൻസി ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഓവുലേഷൻ നടന്നാലല്ലേ നമുക്ക് പ്രഗ്നൻസി അവിടെ നടക്കേണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ സമയങ്ങളിൽ നമുക്ക് വെയിറ്റ് കൂടുക, അതുപോലെ നമുക്ക് ചില സാധനങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുക, ഈ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ല വെള്ളം കുടിക്കുക, ടെൻഷനായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യം ഈ സിസ്റ്റിൻ്റെ കാര്യങ്ങളിൽ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടെന്ന് കരുതിയിട്ട് പേടിക്കാതിരിക്കുക. എന്തായാലും നമ്മൾ 2 പീരീഡ്സിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സംഭവം മാറിക്കിട്ടും. ആക്ച്വലി ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എന്നിട്ട് അത് എന്താണെന്ന് ഉറപ്പ് വരുത്തുക. ടെൻഷൻ അടിക്കേണ്ട ഭാഗത്തിലൊന്നും ഈ സിസ്റ്റം, എനിക്ക് വന്ന സിസ്റ്റം വരുന്നില്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുമെന്ന് കരുതിയപ്പോഴാണ് അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് വീട്ടിലൊക്കെ വിളിച്ചിട്ടൊക്കെ, എന്താ കുറവുണ്ടോ, എനിക്കും വന്നിട്ടുണ്ട്, എന്താ അപ്പോൾ അങ്ങനെ എന്നൊക്കെയുള്ള ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഈസൊക്കെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ.